ഇന്ന് നോക്കിയാൽ കുറേ മീനുകൾ കിട്ടിയിട്ടുണ്ട്. ചെമ്മീൻ പല വക എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിന് നമുക്ക് കുറേ മീനുകളുണ്ട് ഇതിൽ. വെറൈറ്റി മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകൾ എപ്പോഴും നല്ലതാണ്. നല്ല കാൽസ്യമൊക്കെ ഉള്ള മീനാണ്. ചെറിയ മീനുകൾ എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഈ ചെറിയ കൊഴുവുണ്ട്, അതുപോലെ പുറ്റൻ അറിഞ്ഞിൽ എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്. പുറ്റൻ അറിഞ്ഞിലുണ്ട്. പിന്നെ കുറേ മീനുകളുണ്ട് ഇതിൽ. ചെറിയ കൂന്തൽ വരെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാനിതിന് ചെമ്മീനൊക്കെ വേർതിരിച്ചെടുക്കാം. ഈ മീൻ നമുക്ക് നന്നാക്കി എടുത്താൽ നല്ലതാണ്. നല്ല പുറ്റനറിഞ്ഞിലൊക്കെ വറുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ കൊഴുവ, അതുപോലെ മുള്ളൻ എല്ലാതും ഉണ്ട് കേട്ടോ അതിൽ. വലിയ മീനുകളൊക്കെ ഉണ്ട്. പിന്നെ വെളൂരി ഉണ്ട്. അങ്ങനെ കുറേ മീനുകളുണ്ട് ഇതിൽ. എന്നാലും ഫ്രഷാണ്. ചെറുതാണെങ്കിലും നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ ഇത്രയും ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, വേർതിരിച്ചെടുത്തപ്പോൾ. ഇനി നോക്കിയേ, ഈ മീൻ കണ്ട, ഇത് ഇത്രയും കിട്ടി. അപ്പോൾ നമുക്ക് ഇത് വേർതിരിച്ചെടുത്തപ്പോൾ കിട്ടിയതാണ്. ഇതെല്ലാം കൂടി മിക്സ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ചെമ്മീൻ ഇത്ര കിട്ടി. കണ്ട, നല്ല ചെമ്മീനാണ്, നല്ല ഫ്രഷാണ്. പിന്നെ ഈ ചെറിയ മീനുകൾ ഇത്രയും കിട്ടി. കണ്ട, എല്ലാതും ഉണ്ട് ഇതിൽ. നല്ല വെളൂരിയൊക്കെ ഉണ്ട്. വെളൂരിയുണ്ട്, കൊഴുവുണ്ട്, പുറ്റനറിഞ്ഞിലുണ്ട്, മുള്ളനുണ്ട്, എല്ലാ മീനുകളും ഉണ്ട്. നല്ല കാൽസ്യമുള്ള മീനാണ് ഇത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ല ഫ്രഷുമാണ്. അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നാക്കാൻ 1 മണിക്കൂർ എടുത്തു. ഇനി കറി വയ്ക്കാനൊരു 15 മിനിറ്റ് എടുക്കും. കഴിക്കാനൊരു 5 മിനിറ്റേ വേണ്ടു. പിന്നെ ചെമ്മീനും നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ റോസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇഞ്ചി, അതുപോലെ 2 പച്ചമുളക് കീറിയത്, നല്ല കുടംപുളി, പിന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക്, ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കുറയ്ക്കട്ടോ. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഈ മീൻ വേകാൻ കുറച്ച് വെള്ളം വേണ്ടു. വറ്റിച്ചെടുക്കുന്നതായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മീൻ കറി തിളക്കിനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി മീൻ ചേർത്ത് കൊടുക്കാം. ഇത് മീൻ ആദ്യം ചേർക്കാത്തത് വെച്ചാൽ ഇത് പൊടിഞ്ഞു പോണ കാരണമാണ്. അപ്പോൾ ഈ ചെറിയ മീനുകളായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇത് നന്നായി പുളിയും ഉപ്പൊക്കെ തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് കുറച്ച് സമയം തിളച്ചാൽ മതിയാവും കേട്ടോ. അപ്പം നല്ലോണം നല്ല വറ്റിച്ച കറിയായിട്ട് എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ പുളിയും എരിവും ഉപ്പൊക്കെ പിടിച്ച് നല്ല വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് നോക്കാം. ആ കുടപ്പുളിയൊക്കെ വേണമെങ്കിൽ എടുത്ത് കളയാം, അധികം പുളി വേണ്ടെങ്കിൽ. അപ്പോൾ ഈ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ചൂടുള്ള ചോറിലേക്ക് മഴ പെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. വെറുതെ ചോറ് ഇങ്ങനെ മുക്കി തിന്നാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ നോക്കുക. താങ്ക് യു.